ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എക്സൈസ് വകുപ്പിലും കൂട്ട സ്ഥലമാറ്റം. മാനേജർമാർ, സിഐമാർ, സൂപ്രണ്ടുമാർ എന്നിവരുടെ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങി. ആകെ 99 പേരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ വ്യാജ കള്ള് ലൈസൻസ് വിവാദത്തിൽപ്പെട്ട സിഐ ജി കൃഷ്ണകുമാറിനെ മഞ്ചേശ്വരത്തേക്ക് സ്ഥലം മാറ്റി. റിപ്പോർട്ടറാണ് വ്യാജ കള്ള് ലൈസൻസ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോപാൽ, വ്യാപകമായ സ്ഥലമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോപണ വിധേയരെല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. തീർച്ചയായിട്ടും അത് ഭരണമാറ്റത്തിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള സ്ഥലമാറ്റം, കൂട്ടസ്ഥലമാറ്റം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം ആണ് ഈ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കിയിരുന്നുവെങ്കിലും ആ പട്ടികയിൽ ചില ചർച്ചകളും ഡിസ്കഷനുകളും ചില പരിശോധനകളും ഉണ്ടാകേണ്ടതിനാൽ തന്നെ ഏകദേശം 2 ദിവസം വൈകിയാണ് ഈ പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 99 ഉദ്യോഗസ്ഥരെ, അതിൽ സിഐമാർ ഉൾപ്പെടുന്നു, മാനേജർമാർ ഉൾപ്പെടുന്നു, അതിനോടൊപ്പം തന്നെ സൂപ്രണ്ടുമാർ ഉൾപ്പെടുന്നു. അത്തരത്തിൽ 99 പേരെയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മൂവാറ്റുപുഴ സിഐ ജി കൃഷ്ണകുമാറിന്റെ സ്ഥലം മാറ്റമാണ്. നേരത്തെ മൂവാറ്റുപുഴയിലെ വ്യാജ കള്ള് ലൈസൻസുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ജി കൃഷ്ണകുമാറിന്റെ ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും എല്ലാം തന്നെ നമ്മൾ വിശദീകരിച്ചതുമാണ്. ആ ജി കൃഷ്ണകുമാറിനെ അതിർത്തിയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. മൂവാറ്റുപുഴ ECO എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്നും മഞ്ചേശ്വരം എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് ജി കൃഷ്ണകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അത്തരത്തിൽ 99 പേർ, 78 പേരെ പൊതുസ്ഥല മാറ്റമായിട്ടും അതിനോടൊപ്പം തന്നെ 21 പേരെ ഭരണ സൗകര്യാർത്ഥമുള്ള സ്ഥലമാറ്റവുമായിട്ടാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. അത് ഉത്തരവിൽ പരാമർശിക്കുന്നുമുണ്ട്. മാധു, ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകിയത്. 99 പേരെയാണ് എക്സൈസ് വകുപ്പിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത്.